ഒരു വേറൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെയും ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല, കുടശനാട് കനകം തന്നെ ആയിരിക്കും. അത്രയും നല്ല അഭിനയ ശേഷിയുള്ള, ഇന്ന് മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗമായ ഒരാളാണ് കുടശനാട് കനകം. എല്ലാം കാണുമോ തിയേറ്ററിൽ? എല്ലാം ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ അനുഭവിച്ചിട്ടിരിക്കുക. മോൻ മരിച്ച് ദുഃഖം മാറുന്നതിന് മുമ്പേ ഞാൻ ചെന്ന് കാണുന്നത് ആ പടത്തിന് വേണ്ടി എന്റെ മുടി മുറിച്ചിട്ടു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകള് മുടിയെടുത്ത് ആലോചിച്ച് വളർത്തി കൊണ്ടുവരുന്നത്. ഈ സിനിമ ഇപ്പൊ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഭയങ്കര ഉയർച്ചയിലെത്തിയ ഒരു ക്യാരക്ടർ, ഒരു സിനിമയാണ്. പ്രകമ്പനത്തിലുണ്ട്. വേറെ അതിന്റെ കൂടെ തന്നെ എന്തിനാ അവരെന്നോട് ചെയ്തെങ്കിലും നാം അന്നം ഉണ്ണുന്ന ആ കലയെ കൊതിയില്ല, അഭിനയ മോഹമില്ല. ഇപ്പൊ നമ്മുടെ ഉപജീവന മാർഗമാണ്. ആരും ഇപ്പോ 2 മക്കളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം അമ്മ ഇറങ്ങിയോ, ഇവിടെ എത്തുമ്പോ അമ്മ എവിടെ എത്തി, ഇനി ആരുമില്ല. അതുപോലെ തന്നെ മകൻ മരിച്ചു. ഇപ്പൊ മരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഒരു 10-22 ദിവസമായി. അപ്പോ അതിന്റെ വേദനകൾ പോലും വകവെക്കാതെ നമുക്ക് ജീവിക്കണ്ടേ, ഇനി ആരുമില്ലല്ലോ. 40കളിലെ പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ്. ഈ പറഞ്ഞ മാതിരി തെറ്റിദ്ധരിക്കപ്പെടാം. അതിപ്പോൾ പ്രണയം ആരോട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്നില്ലല്ലോ. നമ്മളിപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രണയം റിവൈസ് ചെയ്യപ്പെട്ടതായിരിക്കാം, പക്ഷെ അല്ലാതെ 40കളിൽ പൊട്ടിമുളച്ച പ്രണയമായിരിക്കാം. ഇതിൽ എങ്ങനെ വന്നു എന്നുള്ള സംഭവമില്ല. പക്ഷെ 40കളിലെ പ്രണയം ഒന്നും കൂടെ മെച്യൂർഡ് പ്രണയമാണെന്ന് പറയാം. നാൽപ്പതുകളിലെ പ്രണയം ഈ ഒരു സിനിമയിലെ കുറച്ച് ചെറുപ്പക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ സംവിധായകൻ തന്നെ പറഞ്ഞു നോക്കട്ടെ, 40കളിലെ പ്രണയത്തിൽ ഇവരാരൊക്കെയാണ്? 40കളിലെ പ്രണയത്തിലെ നായികയുടെ അമ്മയാണ് കുടശനാട് കനകം. ഞാൻ അമ്മയെന്നാണ് വിളിക്കാറുള്ളത്. ഞാൻ കണ്ടതിൽ, ഞാൻ അതിനെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പരിചയപ്പെടുത്തൽ എന്നോണം എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പറയുകയാണ്. അമ്മയുടെ അഭിനയശേഷിയെ മലയാള സിനിമ ഇതുവരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നാടകത്തിലൂടെ വന്ന് നാടകം അടിത്തറയായി അഭിനയത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്താൻ കഴിവുള്ള ഒരു നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ആർട്ടിസ്റ്റാണ് കുടശനാട് കനകം. അതിന് ഈ സിനിമയിൽ എനിക്ക് വേണ്ടി വന്ന ഒരു കഥാപാത്രം അമ്മ കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് വേണ്ടുന്നതല്ല എനിക്ക് അമ്മ തന്നു, എനിക്ക് വേണ്ടുന്നതിലും കൂടുതൽ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ കഥാപാത്രത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്ന വേറൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെയും ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല, കുടശനാട് കനകം തന്നെ ആയിരിക്കും. അത്രയും നല്ല അഭിനയ ശേഷിയുള്ള, ഇന്ന് മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗമായ ഒരാളാണ് കുടശനാട് കനകം. തുടങ്ങിയിട്ടേ ഉള്ളൂ. യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം 1-2 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. തമിഴിലും 1-2 സിനിമകൾ ഇപ്പോൾ ചെയ്തു. മലയാള സിനിമയുടെയും ഭാഗമാണ് എപ്പോഴും. ജയജയഹയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഒരു റീച്ച് മനസ്സിലേക്കൊക്കെ വരുന്നത്. സന്തോഷ് ട്രോഫി പൃഥ്വിരാജിന്റെ അമ്മ. അപ്പൊ അങ്ങനെ അമ്മയാണ് മലയാള സിനിമയുടെ അമ്മയാണ്. വ്യത്യസ്ത ക്യാരക്ടർ ചെയ്തു. അത് ഞാൻ പറയാം. പിന്നെ ഇത് മെർലിൻ റീന എൻ്റെ പഴയകാല സുഹൃത്താണ്. സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന, അതായത് മെർലിൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവാസിയായിരിക്കെ ഈ സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് തിരികെ വന്ന് വീട്ടിൽ ഫൈറ്റ് ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ ഒരാളാണ് മെർലിൻ. ഇന്ന് അത്യാവശ്യം നല്ല കുറച്ച് മലയാള സിനിമകൾ ചെയ്തു, പുറത്തേക്ക് ഇറങ്ങാനിരിക്കുന്നു. ടെലിവിഷൻ രംഗത്തും വളരെ പോപ്പുലറാണ് ഇപ്പം മെർലിൻ. അതും ഇവരെ രണ്ടുപേരെയും 40കളിലെ പ്രണയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ്. അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒരു സൗഹൃദം എനിക്ക് 40കളിലെ പ്രണയത്തിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇതിലെ നായികയുടെ അമ്മ അല്ലേ? നായികയുടെ അമ്മയായിട്ടാണ്
എന്താണ് ഈ ഒരു കഥാപാത്രം? എന്താണ് ഇതിന്റെ കഥാപാത്രത്തിന്റെ പേരില്ല എന്ന് പറഞ്ഞു സംവിധായകൻ നേരത്തെ. നല്ല ക്യാരക്ടറാണ്. ആശ ചെയ്യുന്ന ക്യാരക്ടറിന്റെ അമ്മയായി എനിക്ക് നല്ല ഈ നവരസ ഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ, എന്തൊക്കെയല്ല ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ട് അഭിനയ രസങ്ങളും, കാരണം മറ്റേ 9 അല്ലല്ലോ, ശോകമൊക്കെ അതിലില്ല. അപ്പോൾ ആ ഭാവങ്ങളെല്ലാം എൻ്റെ ഹൃദയമായി എനിക്ക് അഭിനയിക്കാൻ, ശോകവും ലാളനയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ല ക്യാരക്ടറാണ് രമേശൻ തന്നിരിക്കുന്നത്. എല്ലാം കാണുമോ തിയേറ്ററിൽ? എല്ലാം ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ അനുഭവിച്ചിട്ടിരിക്കുക. മോൻ മരിച്ച് ദുഃഖം മാറുന്നതിന് മുമ്പേ ഞാൻ ചെന്ന് കാണുന്നത് ആ പടത്തിന് വേണ്ടി എൻ്റെ മുടി മുറിച്ചിട്ടു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകള് മുടിയെടുത്ത് ആലോചിച്ച് വളർത്തി കൊണ്ടുവരുന്നത്. ഈ സിനിമ ഇപ്പൊ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഭയങ്കര ഉയർച്ചയിലെത്തിയ ഒരു ക്യാരക്ടർ, ഒരു സിനിമയാണ്, പ്രകമ്പനത്തിലുണ്ട്. വേറെ അതിന്റെ കൂടെ തന്നെ എന്തിനാ അവരെന്നോട് ചെയ്തെങ്കിലും നാം അന്നം ഉണ്ണുന്ന ആ കലയെ അവരെ സീന് എനിക്ക് നല്ല ഒരു വെസ്റ്റേൺ ക്യാരക്ടർ, സിഗരറ്റൊക്കെ വലിച്ച് നടക്കുന്ന അടിപൊളി ഒരു ക്യാരക്ടർ. കാരണം ഇതുവരെ അമ്മ കഥാപാത്രവും അല്ല, നാടകത്തെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കൊതിയില്ല, അഭിനയ മോഹമില്ല. ഇപ്പൊ നമ്മുടെ ഉപജീവന മാർഗമാണ്. ആരും ഇപ്പോ 2 മക്കളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം അമ്മ ഇറങ്ങിയോ, ഇവിടെ എത്തുമ്പോ അമ്മ എവിടെ എത്തി, ഇനി ആരുമില്ല. അതുപോലെ തന്നെ മകൻ മരിച്ചു, ഇപ്പൊ മരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഒരു 10-22 ദിവസമായി. അപ്പോ അതിന്റെ വേദനകൾ പോലും വകവെക്കാതെ നമുക്ക് ജീവിക്കണ്ട. ഇനി ആരുമില്ലല്ലോ, നമ്മൾ കലകൊണ്ട് പിടിച്ചു നിൽക്കണം. കുറെ അഡ്വാൻസ് ചെയ്തു. ധ്യാൻ ശ്രീനിവാസന്റെ പടം നമ്മൾ കാഞ്ചിമാല, അതിന് വാക്കായി, പൂജയൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അതിനകത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, ഗർഭിണിയായിരിക്കുമ്പോൾ ആ മാതാപിതാക്കളെ പോലൊക്കെ തന്നെ 2 സമ്മിശ്രം ആയിരിക്കും, 2 പേരുടെയും കൂട്ടോ ആ ഒരു നല്ല കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു ചാപ്പിള്ളയെ കിട്ടിയെങ്കിൽ ആ മാതാപിതാക്കളുടെ അതേപോലെ ഞാൻ നല്ല ഒരു കുട്ടിയെ വാർത്തു. എനിക്കൊരു ചാപ്പിള്ളയാണ് കിട്ടിയത്. തിയേറ്ററിൽ പോയിരുന്നു, എൻ്റെ മകൻ മരിച്ച ദുഃഖം മാറി മാറി വന്നിങ്ങനെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുവോ, കാരണം നമുക്ക് ജീവിക്കണ്ടേ. ആ പടം കണ്ട് തേങ്ങലടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. ആദ്യം മുടി അറുത്തു, സിനിമ ഇറങ്ങിയപ്പോൾ കഴുത്തറുത്തു, നാവ് വറുത്തു, ഡയലോഗ് എല്ലാം കളഞ്ഞു. ക്രൗഡാണെ പിന്നെ എന്തിനാ എൻ്റെ മുടി വെട്ടി? ഒരാർട്ടിസ്റ്റിനോടും അങ്ങനെ ചെയ്യരുത്. ഒന്നേ അവരെ വേണ്ട, ആ ആർട്ടിസ്റ്റിനെ വേണ്ട. ഇപ്പൊ ആദ്യം മുതലേ എനിക്കറിയാം രമേശ് അത് ചെയ്യാൻ കാരണം ആരുടെയും ഒരു കോഴിയെ പിടിച്ചു കഴുത്തറക്കുന്ന ഒരു മാനസിക അവസ്ഥയുള്ള ആളല്ല. പിന്നെ ഒരാളെ പൊക്കി കെട്ടാൻ വേണ്ടി ഒരാളെ താഴ്ക്കേണ്ട കാര്യമില്ല. എല്ലായിടും തൽപര കക്ഷികളെ ഉയർത്താൻ വേണ്ടി ഇത് ഡള്ളാക്കിയേക്കുക. നല്ല ഉത്തമ ബോധ്യമുണ്ട്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്തിനാ നിങ്ങൾ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്? 3 വയസ്സിൽ തുടങ്ങിയ കലയെ അഭിനയം. ഉണ്ണികൃഷ്ണന്റെ വേഷത്തിന്, കുഞ്ഞു ഉണ്ണികൃഷ്ണന്റെ വേഷത്തിന് ബുധനെ കൊല്ലുന്നു. അന്ന് കൈയടിച്ച് അടിപൊളിയായിട്ട് ചത്ത് കഴിഞ്ഞിട്ട് മാറങ്ങോട്ട്, എന്നെ പിടിക്കണ്ട, കൊല്ലട്ടെ, ചത്തില്ലെന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ ജന്മസിദ്ധമായ കല, ഈശ്വര വരദാനമായ കല അറുത്ത് കളയുക എന്ന് പറയുന്നില്ലേ. ആ ആർട്ടിസ്റ്റിനെ വിളിക്കരുത്, അവരെ വേണ്ടായോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വേണ്ടായോ, വിളിക്കണ്ട. അതല്ലേ അതിന്റെ ശരി. വേദനകളാ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഞാൻ കലോത്സവത്തിന് മാർക്കിടാൻ പോകുമ്പോൾ, മത്സരങ്ങൾക്കൊക്കെ മാർക്കിടാൻ പോകുമ്പോൾ ഇന്നതിനിടണേ ഞാൻ നോക്കുമ്പോൾ ഇതിലേക്ക് ഏറ്റവും മോശത്തിനായി ഇടാൻ പറയുന്നത് ഒരു പിച്ചാത്തിയും കൂടെ തരണേ, കാരണം അർഹതപ്പെട്ടവരെ കൊന്നേക്കാൻ. ഞാൻ അർഹതപ്പെട്ടവർക്കേ ഇടൂ, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുതെന്നും പറയും എന്ന് പറയുന്നതല്ല. തിയേറ്ററിലൊക്കെ നമ്മൾ ആകാംക്ഷയുടെ ഒരു വ്യത്യസ്ത ക്യാരക്ടർ കാണാൻ ഞാൻ കാത്തിരുന്നതാ. ഇതിനെല്ലാം മറികട, ഈ വേദനകളെല്ലാം മറികടക്കുന്നതാണ് 40കളിലെ പ്രണയം. സന്തോഷം. ഒരു സീൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞില്ല. കാരണം എനിക്ക് കട്ട് ചെയ്യാൻ അതിനകത്തില്ല. കട്ട് ചെയ്യാൻ ഞാൻ വേണ്ടുന്നതേ എടുത്തുള്ളൂ. നമ്മളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അനാവശ്യമായി പണിയെടുപ്പിക്കത്തില്ല.
സിഗരറ്റ് വലിച്ച് ഒരു ഇടനാഴിയിൽ ഒഴിഞ്ഞോട്ട് നടന്നു വരുമ്പോൾ ഒരുത്തൻ കിടന്ന് ബഹളം വെക്കും. ഡാ നീ വല്ലയിടത്തൊന്നും വന്ന് ഇവിടുത്തെ പിള്ളേരെ തല്ലു കൊള്ളാതെ നിന്റെ കൂടെ വന്നവർ രണ്ടോട് മേളിൽ കിടന്ന് ബഹളം വയ്ക്കാം, നീ അങ്ങോട്ട് ചെല്ല്. ഒറ്റ ടേക്ക് കയ്യടി. ലൊക്കേഷനിൽ ഇപ്പൊ തിയേറ്ററിൽ വന്നാലും കയ്യടി ഉണ്ടാകും. പ്രകമ്പനത്തിൽ 2 സീനേ ഉള്ളൂ. നല്ല പ്രതികരണം. ഞാൻ പറഞ്ഞ ഡയലോഗിന് കയ്യടിയുവാ. അതിന്റെ കൂടെ ഇറങ്ങിയ സിനിമ ഞാൻ പേര് പറയത്തില്ല. അവരെന്നോട് ക്രൂരത ചെയ്തെങ്കിൽ എനിക്ക് അതിന്റെ പേര് പറഞ്ഞാൽ ഞാൻ കലാകാരിയല്ലേ, തെറ്റാ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ കൊല്ലാൻ വിളിക്കരുത്. 40കളിലെ പ്രണയം. കാരണം ഈ 17 വയസ്സിലൊക്കെ 14 വയസ്സിലും 15 വയസ്സിലും ഒക്കെ പ്രണയിക്കുമ്പോൾ ഈ ഭാവി കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അത് പ്രണയമാണ്, തുടങ്ങുക. മറ്റേ ആളിൻ്റെ ക്യാരക്ടർ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതാ. പിന്നെ കോഞ്ഞാൻ്റെ ജീവിതം തിരക്കെടുത്തൊന്ന് പോകുന്നു. 40കളിലെ പ്രണയം എന്ന് പറഞ്ഞാൽ പല പല വേദനകളും. ചിലപ്പോൾ ആ 2 പേര് ഭയങ്കര ദുഃഖത്തിൽ നിന്ന്, അഗാധമായ ദുഃഖത്തിൽ ആണ്ടുപോയവരായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സൃഷ്ടി, അവരുടെ ജന്മസിദ്ധമായ സൃഷ്ടിയെ പ്രേമിക്കുന്നവരായിരിക്കാം. അത് അഗാധമായ ഗാഠമായ ഒരു നിലനിൽക്കുന്ന ഒരു പ്രണയമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലെ 40കളിലെ അമ്മയാണോ നായികയുടെ അമ്മയാണോ? അപ്പൊ ഈ പോസിറ്റീവ് ക്യാരക്ടർ ആണോ? ഞാൻ ചോദിച്ചാൽ 40കളിലെ ഈ പ്രണയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണോ? എങ്ങനെയാണ് സംവിധായകൻ എങ്ങനെയാണ് മകള് പ്രണയത്തിലേക്ക് മകൾക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞ് അമ്മയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പ്രണയത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചൊരമ്മയായിട്ടാണ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യുക. പക്ഷെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്തെ കഥ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സർപ്രൈസ് ആണ്. കണ്ടുകൊണ്ടിരിക്കുന്നതല്ല സിനിമ. എന്റെ വരുമ്പോൾ സർപ്രൈസ് ആണ്. ഭയങ്കര ഒരു ഓപ്പോസിറ്റ് പ്രതികരണമാണ് ആ സിനിമ. അതിപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണട്ടെ, അങ്ങോട്ട് കാണട്ടെ 13-ാം തീയതി. അപ്പൊ എന്തായാലും സംവിധായകൻ സുഹൃത്താണെന്ന് പറഞ്ഞു. സുഹൃത്ത് എന്താണ് ഇതില് കരുതി വെച്ചത്? രമേഷും ഞാനുമായിട്ടുള്ള സൗഹൃദം ഈ പറഞ്ഞമാതിരി ഞങ്ങളൊക്കെ സിനിമ ഒരുപാട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ നാട്ടിലുള്ള സമയത്താണ് ഇങ്ങനൊരു സംഭവത്തിൽ ഒരു ചെറിയ വേഷമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇതൊരു ഷോർട്ട് ഫിലിമായിരുന്നു, ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് 2 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് എന്ന്. അപ്പോൾ വളരെ സാധാരണ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ ഭംഗിയായി. പിന്നീടാണ് ഇതിൻ്റെ ഒരു തലം മാറുന്നത്. ഇതൊരു ഫീച്ചർ ഫിലിമിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു, പേര് മാറുന്നു. അന്ന് പേരും ഇതായിരുന്നില്ല. പക്ഷെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരായിരുന്നു. 40കളിലെ പ്രണയം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാനും ഇഷ്ടപ്പെടാനും വ്യാഖ്യാനിക്കപ്പെടാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു പേരാണ്. അപ്പോൾ അന്ന് ഞാൻ ആ പേര് കണ്ടപ്പോൾ പേര് കൊള്ളാം, പേരും പോസ്റ്ററും നേരത്തെ സംഭവങ്ങൾ കൊള്ളാമായിരുന്നു. പിന്നെ ഇത് ഫെസ്റ്റിവലിനൊക്കെ പോയി ഞാനും എൻ്റെ തിരക്കുകളായിരുന്നു, രമേഷും ഇതിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കുകൾ നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ അന്ന് സംസാരിച്ചതെല്ലാം മാറി 40കളിലെ പ്രണയം എന്ന് പറയുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഒരു കൊന്നമരം പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾക്കൊന്നും എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇത് ഫെസ്റ്റിവലിൽ അയക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നിനും പോകാൻ പറ്റിയിട്ടില്ല, ചെറിയ തിരക്കുകളൊക്കെ ആയതുകൊണ്ട്. 40കളിലെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സി സബ്ജക്റ്റാണ്. ഈ പറഞ്ഞ മാതിരി തെറ്റിദ്ധരിക്കപ്പെടാം. അതിപ്പോൾ പ്രണയം ആരോട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്നില്ലല്ലോ. നമ്മളിപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രണയം റിവൈസ് ചെയ്യപ്പെട്ടതായിരിക്കാം. പക്ഷെ അല്ലാതെ 40കളിൽ പൊട്ടിമുളച്ച പ്രണയമായിരിക്കാം. ഇതിൽ എങ്ങനെ വന്നു എന്നുള്ള സംഭവമില്ല. പക്ഷേ 40കളിലെ പ്രണയം ഒന്നും കൂടെ മെച്യൂർഡ് പ്രണയമാണെന്ന് പറയാം. രണ്ടിൻ്റെയും നേരത്തെ സംവിധായകൻ പറഞ്ഞ പോലെ രണ്ടും റൊമാൻസാണ്. റൊമാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രണയം. പക്ഷെ റൊമാൻസ് എന്നത് ചേരുന്നത് ഒന്നും കൂടെ ജെൻസി പിള്ളേർക്കായിരിക്കാം അല്ലേ. പക്ഷെ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലുള്ള മുഖങ്ങൾ ഭയങ്കര വ്യക്തമാണ്. അതൊരു ഭയങ്കര പ്രണയം എന്ന് പറയുന്നതിൽ ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട്, എടുത്തുചാട്ടങ്ങളില്ലാതെ. പക്ഷെ പല ദുരന്തങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും മെച്യൂർഡ് പ്രണയങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ. അതെ, അത് ഇപ്പം ഈ പല ദുരന്തങ്ങളിലേക്കും പോകുന്ന പ്രണയം എന്ന് പറയുന്നത്
അവിടെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയുടെ പ്രശ്നമാണ്. പ്രശ്നമായി അതെ, മാറുന്നത്. അതെ, പക്ഷെ അതെ. പ്രണയം അവിടെ എപ്പോഴും ആ ഒരു നിലകൊള്ളുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ. ഒരു പക്ഷേ ഒരു ഭ്രാന്തമായ പ്രണയത്തിൽ നിന്നാവാം അയാളുടെ മാനസികാവസ്ഥ അല്ലെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ചേഞ്ച് ആവുന്നത്. അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്, പ്രണയത്തിന്റെ പ്രശ്നമല്ല. ആ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നം. തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു 40കളിൽ പ്രണയിപ്പത് ഭാര്യയും ഭർത്താവും ആവാം, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാവാം. ഇവരൊക്കെ ആണെങ്കിലും അവരുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അവർ സെറ്റിലായി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആണെങ്കിലും ജോലി തിരക്കുകൾ കഴിഞ്ഞു, പിള്ളേരെ ഈ കുഞ്ഞു പിള്ളേരെ പ്രിങ്ങിണി പരുവത്തുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. പ്രണയിക്കാൻ പോയിട്ട് നോക്കാൻ പോലും നേരമില്ലാത്ത സമയത്തായിരിക്കും ഇത്തരത്തിൽ ആളുകൾ കിടന്ന് ഓടുന്നത്. ജോലിക്ക് പോക്കും രാത്രികളിൽ വീട്ടിലെ ജോലികളൊക്കെ ആയിട്ട് സ്ത്രീകൾക്കൊന്നും എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, പണ്ടത്തെ കാലമൊന്നും അല്ല. അപ്പോൾ ഇവർക്കൊന്നും നേരെ ചെവിയൊന്ന് സംസാരിക്കാം. ഈ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ കണക്കും ഗ്രോസറിയുടെ കണക്കും അല്ലാണ്ട് വേറൊന്നും ചിലപ്പോൾ സംസാരിക്കാൻ സമയമുണ്ടില്ല, അത് സാഹചര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേരും എല്ലാം ഒരു 10-18 വയസ്സായി കഴിഞ്ഞ് ഇവർക്കൊരു ഇരുത്തം വരുന്നുണ്ട്. അപ്പം ഇവർക്ക് ഒന്ന് നല്ല പോലെ പ്രണയിക്കാൻ പറ്റിയ സാഹചര്യമുള്ള സമയമാണ്. ഇവർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ല. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. പിള്ളേർ കാര്യങ്ങൾ നോക്കണം, അതിനുള്ള പ്രാപ്തി അവരാക്കി കൊടുക്കണം. പിന്നെയും ഫീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടപടിയാവത്തില്ല. അപ്പം ഇവർക്ക് നല്ല പോലെ ഒരു സമയമുള്ളതാണ് ഈ 40കളിൽ. ഭർത്താവ് ഒരു ലേറ്റ് 40s ഭാര്യ ഒരു ഏർലി 40s ഒക്കെ ആണെങ്കിലും നല്ല സമയമാണ്. അത് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ പറ്റണം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമാവണമെന്നൊന്നും പറയത്തില്ല നമ്മൾ പ്രണയിക്കണത്. പ്രണയം ഇപ്പോൾ പണ്ട് മറന്നുപോയ പ്രണയം ആയിരിക്കാം അത്. പക്ഷേ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ പോലും തൊടാത്ത പ്രണയങ്ങൾ, മനോഹരമായ പ്രണയങ്ങളുണ്ട്. പണ്ടൊക്കെയുള്ള പ്രണയങ്ങൾ അങ്ങനെയായിരുന്നു. ഒരു എഴുത്ത് കൊടുത്ത് ഇന്നാണ് വിളിച്ചു കഴിഞ്ഞ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കൈമാറുന്ന ഫോൺ നമ്പറാണ്, പിന്നെ വിളിയായി. പണ്ടൊന്നും അതുപോലും ഇല്ല. നമ്മൾ പറയല്ലോ, ഒരു വിരൽത്തുമ്പിൽ പോലും തൊടാണ്ട് മനോഹരമായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ കഥ പറയുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് 40കളിൽ പ്രണയം. കാരണം കഥയെ ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയപ്പോഴും ചോദിച്ചെന്താണ് ഇതിപ്പോൾ എന്താണെന്ന് വന്ന് നിൽക്കുന്ന അവസ്ഥ. സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തുപോലും ഇല്ല. എൻ്റെ ഭാഗം അഭിനയിച്ചു, അത് ആദ്യ കാലങ്ങളിൽ കഴിഞ്ഞു. പിന്നീട് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് മനോഹരമാണെന്ന് രമേശിൻ്റെ ഒരു വേർഷൻ മനോഹരമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ 40കളിലെ പ്രണയം മനോഹരമായിരുന്ന പോലെ തന്നെ സിനിമ മനോഹരമാവട്ടെ. നമ്മളെല്ലാം ചെയ്തത് ഷോർട്ട് മൂവി. അന്ന് ഞാൻ പറഞ്ഞു, മക്കളെ ഇത് എനിക്കൊരു നല്ല സിനിമയുടെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു സിനിമയായിരുന്നെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക. അമ്മയെ അത് തിയേറ്ററിൽ ഇറക്കാൻ പോകുന്ന പറഞ്ഞാൽ സത്യത്തെ വേല് കോരി തരിച്ചെന്നുള്ളതാണ്. എന്താണ് ഈ 40കളിലെ പ്രണയം? ഞാൻ പറഞ്ഞ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ കാണുന്നു? ഇപ്പൊ ഈ പറഞ്ഞു പ്രായമാവുമ്പോൾ ഒരു പ്രണയത്തിന്റെ പക്വതയുള്ള ഒരു പ്രണയം. ചോദ്യം വേണം കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയാൽ, അമ്മ ഈ സമയത്ത് ഒരു പ്രണയത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആ പ്രണയത്തെ അമ്മ എങ്ങനെ നല്ല സന്ദർഭമാണ്. മകന്റെ മരണം എന്നോട് ഇപ്പൊ ചോദിക്കാൻ വന്നേക്കുക. അത് കഴിഞ്ഞ് തലയെറുത്ത ഒരു ജീവിതത്തിലെ കലയെ അറുത്ത് കളഞ്ഞ ഒരു വേദന ഇപ്പൊ പ്രണയിക്കാൻ തോന്നുന്നില്ല. എങ്കിലും എനിക്കിപ്പോ 69 വയസ്സായില്ലേ. അതൊരു പ്രായമല്ല. അയ്യേ, 60കളിലെ പ്രണയം അടുത്തത് ചെയ്യാൻ പോവാണ്. അടുത്ത സിനിമ 60കളിലെ പ്രണയമാണ്. അപ്പൊ നായികയാക്കുന്നാണ് പറഞ്ഞത്. അതും കുഴപ്പമില്ലാണ്ടല്ലേ കുടുംബസ്ഥം ചെയ്ത് വെച്ചേക്കുന്നത്. 20 വയസ്സ് പോലെ ഉണ്ട് അതിനകത്ത്. അപ്പോ ഒന്നും ഭയപ്പെടാനില്ലാത്ത, മറ്റാരെയും ഭയപ്പെടാതെ ഹൃദയമായ സ്നേഹത്തിന്റെ ആത്മീയമായ ഒരു സ്നേഹമായിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ഭയപ്പെടാൻ പറ്റാത്ത. അതാ, കാരണം 17 വയസ്സൊക്കെ ആകുമ്പം എല്ലാരെയും ഭയന്നും പാത്തും ഒക്കെ ആയി എന്ത് സംഭവിക്കും, നീ എവിടെ പോയ, ഇതൊക്കെ അതൊന്നുമല്ല. അതെല്ലാം മാറി മറിഞ്ഞ് നല്ല പക്വതയോടെ കുട്ടികളെയൊക്കെ പ്രാപ്തമാക്കിയൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം, അവർക്ക് ഒരിക്കലും കിട്ടാതെ പോയ സ്നേഹം. ഒന്ന് സ്നേഹിക്കണം. ആ സ്നേഹമൊക്കെ കുഞ്ഞിലെ സ്നേഹിക്കുന്നതിലൊക്കെ ഉപരി അത് കളങ്കമില്ലാത്ത പ്രണയം തന്നെ ആയിരിക്കും. പ്രണയം എന്ന വാക്ക് നമ്മൾ മഴയെ പ്രണയിക്കാം, പ്രകൃതിയെ പ്രണയിക്കാം. പ്രണയത്തിന് പല അർത്ഥമുണ്ട്. എങ്കിലും പ്രേമം, പ്രണയം, അതാണ് ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നത്.
ഇതൊരു മനുഷ്യന്റെ ഒരുതരം കപടതയാണ്. പ്രണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉള്ളിലത്തെ പ്രണയം മാറ്റി വെച്ചോട്ടെ, എനിക്ക് പ്രകൃതിയോടാണ് പ്രണയം, മലകളോടാണ് പ്രണയം, പൂക്കളോടാണ്. അല്ല, ചിലര് മഴ ആസ്വദിച്ച് എല്ലാം മറന്ന് മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ആ ഒരു ആസ്വാദനമാണ്. ആസ്വാദനം ആയിക്കോട്ടെ, അതൊരു അതും ഇപ്പൊ ഇപ്പം മനുഷ്യ ബന്ധങ്ങളിൽ ഉള്ള പ്രണയം, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒന്നും ഭയപ്പെടാതെ വേദനകളെല്ലാം മറന്ന് ആസ്വദിക്കാൻ ഉള്ള ഒരു പ്രണയം. അതെ അതെ, മനുഷ്യർക്കിടയിലെ പ്രണയത്തിന് ഭയം ഉണ്ടാവരുത്. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ വശം. അത് നല്ല കളങ്കമില്ലാത്ത സ്നേഹമുള്ള പ്രണയം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാലം കാണുന്നുണ്ടോ? പ്രണയത്തിന് ഇങ്ങനെ ഒരു നല്ല ചുറ്റുപാട് സമൂഹം ഒരുക്കി തരുമെന്ന് തോന്നുന്നുണ്ടോ ഈ കാലത്ത്? ചുറ്റുപാടല്ലല്ലോ, നാമല്ലേ വെറുതെ ചുറ്റുപാടിനെ പറയണ്ട, വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അമ്മ സ്വതന്ത്രമായി പ്രണയിക്കാൻ വേണ്ടിട്ട് സമൂഹത്തിന് വലിയൊരു ആഹ്വാനം കൊടുക്കമ്മ. ആ, അതായിരിക്കും നല്ലത്. പേര് നമുക്ക് പ്രണയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പല പല സാഹചര്യങ്ങളല്ലേ എല്ലാവരുടെയും. അല്ല, പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രണയം കൂടുതൽ എളുപ്പം? പണ്ടത്തെ കാലം വെച്ച് നോക്കിയതിന്റെ ഗുണമല്ലേ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ഇത് വേദനകളെല്ലാം ഇല്ലാതെ പോയ, കിട്ടാതെ പോയ ആ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കും 40കളിലെ പ്രണയം. അത് ആത്മവിശ്വാസമാണ് എനിക്ക്. ഇപ്പൊ ബാക്കി സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് വരുമ്പോ ഇപ്പൊ തമിഴിലൊക്കെ പോയി അഭിനയിച്ചു. ഈ ഒരു സിനിമയില് കൂടുതലും പുതിയ ആളുകളാണ്. പുതിയതോ? ഇവരൊക്കെ ഞാൻ പുതിയ ആളുകള് അങ്ങനൊന്നുമില്ല. നല്ല സമൂഹത്തിന് വേണ്ട മെസ്സേജ് ഉണ്ടെങ്കിൽ എത്ര കുട്ടികളുടെ പുതുമുഖങ്ങളുടെ സിനിമ ഭയങ്കരമായിട്ട്, ഇപ്പൊ വാഴയൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് മനുഷ്യ മനസ്സിന് ആസ്വദിക്കാനും ചിരിക്കാനും കഴിവുള്ള ഒരു ടോപ്പിക് അതിനകത്തുണ്ടെങ്കിൽ തലക്കനമൊന്നും വേണമെന്നില്ല. അത് ശരിയാണ്. കൃത്യമായ ഒരു പോയിന്റ് ആണ് അത്. ഇപ്പൊ അമ്മ മുമ്പേ അമ്മയുടെ പ്രായത്തെ കുറിച്ച് പറഞ്ഞു, 69 വയസ്സാണ് പറഞ്ഞു. ആ പ്രായത്തിൽ എത്തിയത് കൊണ്ടാണ് ഇത്രയും പക്വമായി ഈ കാര്യത്തെ കുറിച്ച് പക്വമായി കണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. തമിഴ് ഒക്കെ ഞാൻ ചെയ്തു, അത് പാട്ടിയുടെ ഒക്കെ കഥാപാത്രങ്ങളാണ്. ഇത് ഇനി നമ്മൾ ഇതിനകത്തുള്ളതായതുകൊണ്ട് പറയാമോ? മൂത്രം ഒഴിക്കുന്നതിന്റെ എക്സ്പ്രഷൻ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, അത്ര വരെ കൊടുത്തിട്ടുണ്ട്. മുഖത്തെ ഭാവങ്ങള് വെട്ടാൻ കൊണ്ടുവെക്കുന്നു. അതിനുശേഷം തുടക്കം മുതൽ അതെങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്നുള്ള ആ ഒരിത്, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കലർസാമോ അതെല്ലാം നമ്മുടെ രമേശ് കുട്ടൻ ചെയ്തിട്ടുണ്ട്. മക്കളെ ഓനെ എന്ന് നമുക്ക് വിളിച്ച് സന്തോഷത്തോടെ മനസ്സിലായി. കൂടുതൽ പ്രഷർ മനസ്സിൽ ജയ ജയ ഹേ തന്നെയാണ്. അതിനെ കടത്തി വെട്ടുന്ന ഒരു സംഭവം പിന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടർ മുഴുനീളം തന്നല്ലോ, അത് നമ്മളും കൂടെ ചെയ്തപ്പോ നമ്മള് വേറെ കഥാപാത്രം ചെയ്യുന്ന പോലെയല്ല. നിസ്സംഗയായ അമ്മ ഭർത്താവിന്റെയും മോന്റെയും ഒക്കെ പീഡനങ്ങൾ അനുഭവിച്ചവനൊരു കുസൃതികൾ കാണിക്കുമ്പോൾ ശേഷോടന്ന് നിന്ന് കരുതി കൂട്ടി ശിക്ഷിക്കുന്ന സ്നേഹമയിയായ ദേഷ്യം ഉള്ളിലൊതുക്കി ആ ഒരു കഥാപാത്രമാണത്. വേറൊരു ക്യാരക്ടർ അതാണോ? ഇപ്പൊ ഞാൻ ചെയ്ത് ഏണ്ടാ കിളിയെ വളർത്തി പൂനെ കെട്ടി കൊടുപ്പാങ്കളാ, കുയിലിനെ വളർത്തി കുരങ്ങി കെട്ടി കൊടുപ്പാങ്കളാ, മയിലിനെ വളർത്തി മയില് കെട്ടി കൊടുപ്പാങ്കളാ, പൂനെ കാട്ടി പുലിയെന്ന് சொல்றேன். തമിഴാ. അതുപോലെ വേറെ വില്ലത്തി കിട്ടിയ അതല്ല, വ്യത്യസ്തമായ ക്യാരക്ടർ. ഞാൻ ആക്ടിംഗ് പെർഫോമൻസ് വർക്ക്ഷോപ്പ് ക്ലാസ് എടുക്കാനും പോകും ഇടയ്ക്ക്. ആക്റ്റീവാണ് അല്ലേ? അമ്മ ആക്റ്റീവാണ്. ഞാൻ പറഞ്ഞില്ലേ ലൊക്കേഷനിൽ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കും. പൊളി നല്ല വെറൈറ്റി വേഷങ്ങൾ എന്ന് പറയുന്നത് ഒന്നും സത്യം പറഞ്ഞ ഭയങ്കര റിലാക്സ് ആയിരുന്നു. അത് ഏതൊരു ലൊക്കേഷനിൽ ഞാൻ ഇന്ന് വരെ സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാ ലൊക്കേഷനിലും എന്നോട് ഇപ്പൊ ഈ നമ്മുടെ ആശാൻ പടത്തിന്റെ പൗൾ സാറൊക്കെ പിരിഞ്ഞു പോരുന്നത് കണ്ണ് നിറഞ്ഞാണ് ആ പിരിയുന്നത്. കാരണം അത്ര നമുക്ക് ആ കലയോടുള്ള സ്നേഹവും ആ ടീമിനോടും നമ്മൾ അന്നം ഉണ്ണാൻ ഒരു വഴി ഒരുക്കി തരുന്നതല്ലേ ആ ടീം. കല മാത്രമല്ലല്ലോ, നമ്മുടെ ഉപജീവന മാർഗവും കൂടെയാണ്. അപ്പോൾ അതിനെ പ്രാപ്തമാക്കി ഒരു സിറ്റുവേഷൻ ഒരുക്കി തരുന്നവരോട് നമ്മളെന്നും കടപ്പെട്ടിരിക്കും. വൈകിപ്പോയോ ഈ പറഞ്ഞ സിനിമയില്? വൈകിപ്പോയി. നർത്തകിയും നൃത്ത അധ്യാപികയുമായിരുന്നു. സ്റ്റേജിൽ ആരെ നൂറ്റാണ്ട് ഒരെണ്ണത്തിൽ 3 കഥാപാത്രം കാണും. ഒരെണ്ണത്തിന്റെ ഡയലോഗോ നടത്തയോ ഒന്നും ഞാൻ അടുത്ത ആ കഥാപാത്രം 3 കഥാപാത്രം ഉണ്ട്, 4 കഥാപാത്രം ഉണ്ട്, 4 വ്യക്തി കണ്ടുപിടിക്കാൻ പോലും പ്രയാസപ്പെടുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ധർമ്മക്കാരി ആയിക്കോട്ടെ, എഴിഞ്ഞു വരുന്നവര് ചിലപ്പോൾ ഒരു സിനിമയിലെ ഒരു ധർമ്മക്കാരിയുടെ വേഷം എഴിഞ്ഞു കയറും, അതായിരിക്കും മനോഹരമായിട്ട് ചെയ്തുള്ളത്. വെട്ടിക്കളയരുത്. മറ്റേ
നായകന്മാർക്ക് പ്രാപ്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടി അതിനെ വെട്ടിക്കളയരുത്. ആരോ ആയിക്കോട്ടെ, ഈ സിനിമയ്ക്ക് വിജയം ഏതാണോ അത് ഇരുന്നോട്ടെന്ന് വിചാരിക്കണം. ഞാൻ അമ്മയിൽ കണ്ട വലിയൊരു പ്രത്യേകത അതാണ് കേട്ടോ. ഈ ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയുടെയും ആവർത്തനം അടുത്ത സിനിമയിൽ തോന്നിയിട്ടില്ല. എപ്പോഴും അത് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പൊ 40കളുടെ പ്രണയത്തിൽ അമ്മ വന്ന് അഭിനയിച്ചു. എനിക്ക് ഇതിനു മുമ്പ് അഭിനയിച്ചതിന്റെ ഒരു സിമിലാരിറ്റിയും 40കളുടെ പ്രണയത്തില് ഇല്ല. അത് വ്യത്യസ്തമാണ്. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച് ക്യാരക്ടറെ നടത്തം, ഡയലോഗിന്റെ പ്രൊനൗൺസിയേഷൻ, ക്യാരക്ടറിലേക്ക് നമ്മളിലേക്ക് സാത്വിക അഭിനയം എന്ന് പറയും. ആ ക്യാരക്ടറിനെ നാം നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഉള്ളിൽ പ്രാപ്തമാക്കി നമ്മളോട് അതിട്ട് മതിച്ച് തരുന്ന ഡയറക്ടറോ എഴുത്തുകാരനോ എഴുതി വെക്കുന്ന കൂടാതെ ഇത് എങ്ങനെയൊക്കെ ചെയ്താൽ, അതിന്റെ ഉദാഹരണമാണ് ഓക്സ്ഫുഡ് ഗുരുവായൂരമ്പല നടയിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, വിബി പറഞ്ഞു, ഡയറക്ടർ എങ്ങനെയാ ഞാൻ വിളിക്കുന്നത്. വിബി പറഞ്ഞു, എന്നെ ചേച്ചി ജഗദീഷിന്റെ ക്യാരക്ടർ വന്ന് ചോദിക്കും, പിന്നെ ഇന്നെന്തുവാ നൈറ്റ് ഫുഡ്, ഓട്സിന്റെ പുട്ടാന്ന് പറയണോന്ന് പറഞ്ഞാൽ ചങ്ങ് പോയി. ഓട്സിന്റെ പുട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു രസവും ഇല്ലല്ലോ, അരിപ്പുട്ടെന്ന് പറയുന്നതോട് ഒരു രസവും ഇല്ല. അത്ര സമയമുണ്ടല്ലോ, എല്ലാം റെഡിയായി വന്ന് ആക്ഷൻ പറഞ്ഞു. അതിങ്ങനെ എന്ത് പറയുമണി ഓട്സ് പുട്ട് എന്ന് വെച്ച് ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന പോലെ ഒന്ന് ആക്കിയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആക്കി. അവിടെ ചിരി എനിക്ക് കേൾക്കാം, ആരുടെ, ബിബിയുടെ. അത് സന്തോഷം. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് നമ്മൾ സ്വയസിദ്ധമായിട്ട്, അത് ഉള്ളിൽ ജന്മസിദ്ധമായ കലയുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അടിച്ചേൽപ്പിച്ചാലൊന്നും ആർട്ടിഫിഷ്യലായിട്ട് പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ, കല. താളമില്ലെങ്കിൽ നൃത്തമോ സംഗീതമോ പഠിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അതുപോലാണ്. അത് രണ്ടും ഉള്ളവർക്ക് അഭിനയം, അതിനുണ്ടൊരു താളാത്മകമായ ചലനങ്ങളും മനോഹാരിതയും. മെർലിനേക്ക് ഫംഗ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ 40കളിലെ പ്രണയം പൂത്തിറങ്ങുവാണ് അല്ലേ? അതെ, പൂത്തിറങ്ങുവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കാണുക. ഈ ചെറിയ പടങ്ങളും പുതുമുഖങ്ങളാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളായ ആശയും ജെറിയുമാണ്. അപ്പോൾ ഞാനും പുതുമുഖം തന്നെയാണ്. ഞാനും അങ്ങനത്തെ വലിയ സംഭവം ക്യാരക്ടേഴ്സ് ചെയ്ത ആളൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കണമെങ്കിൽ തിയേറ്ററിൽ ആളുകൾ എത്തണം. ഇതിനകത്ത് ഇപ്പോൾ പറയും നമ്മൾ PR വന്നിട്ടില്ല, അങ്ങനെ നമ്മൾ തിയേറ്റേഴ്സ് ഇല്ല, അതൊക്കെ ഇതെല്ലാം മറികടന്ന ഒരു പടം വിജയിക്കണമെങ്കിൽ ആളുകൾ തന്നെ കാണണം. അപ്പം എത്ര നല്ല പടം, എത്ര പൈസ എറിഞ്ഞ പടം എന്ന് പറഞ്ഞാലും പെർഫോമൻസ് നന്നാവുന്നതിലാണ് പടങ്ങൾ ആളുകളിലോട്ട് എത്തുന്നത്. ഞാൻ ഈ മേക്കിങ്ങും നന്നാവുന്നതിലാണ് ആളുകളിലോട്ട് എത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പെർഫോമൻസ് നന്നായ ഓഡിയൻസ്, മലയാളി അത് ഏറ്റെടുക്കും. ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായി കാണത്തില്ല. ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് നന്നായി കാണില്ല, മേക്കിംഗ് നന്നായി കാണില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് നന്നായി കാണില്ല. ഇതെല്ലാം ഒത്ത് കറക്റ്റ് ചേരുവയിലുള്ള ഒരു സാമ്പാർ ആണെങ്കിൽ ആളുകൾ കഴിച്ചേ പോവും. അല്ലേ? അങ്ങനെ ഒരു ഇതിനു മുൻ സംഭവിക്കട്ടെ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ശരിക്കും അറിയാം, ഇപ്പൊ അമ്മ വേഷം ചെയ്യാൻ പല നടിമാരും ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും അവർക്കൊക്കെ ഒരു പകരക്കാരി ആവും എന്നുള്ള ഇത് ഇവിടെ അമ്മ വേഷം ചെയ്യാൻ ഇനി ഒരാള് ആവശ്യം ഇവിടെ ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും. എന്റെ അടുക്കൽ ഒരു ചോദ്യം, ഒരാളെ ഇന്നൊരു വേഷത്തിലേക്ക് ആരെ കാസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം അമ്മയുടെ പേരെ പറയത്തുള്ളൂ. അമ്മ അവൈലബിൾ ആണെങ്കിൽ അതെ, ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ. കാരണം അങ്ങനെ ശുപാർശ ചെയ്യപ്പെടാൻ പറ്റുന്ന മികച്ച നടി ക്യാരക്ടർ മാത്രമാണോ അമ്മ ചെയ്യുന്നത്? അല്ല, അമ്മ വേഷങ്ങൾ ചെയ്യാനാണെന്ന് ആളില്ലാത്തത് ഏറ്റവും കൂടുതൽ. നമ്മുടെ പഴയ ആൾ പ്രകൃതിയിലൊന്നുമില്ല. പറഞ്ഞതിന്റെ പറഞ്ഞു കഴിഞ്ഞാല് അമ്മ കഥാപാത്രം അത്രയും സേഫ് ആണെന്നതുപോലെ തന്നെ ഏത് കഥാപാത്രവും വിശ്വസിച്ച് ഏൽപ്പിക്കാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഇതുണ്ട്. എല്ലാ ക്യാരക്ടറും ചെയ്യാൻ ഇനി ഒന്നുമില്ല. ഇപ്പൊ ആരുടെ അമ്മയായി ശരിക്കും? എത്ര ബേസിലിന്റെ അമ്മയുടെ നമ്മൾ കണ്ടു. ആരുടെ ബേസിലിന്റെ അമ്മയായി, ധ്യാൻ ശ്രീനിവാസന്റെ അമ്മ കേക്കില്ല രാജ്യത്ത് ഞങ്ങൾ രണ്ടുകൂടെ ഒന്ന് ചെയ്തു. ഇപ്പൊ ഒരു തമിഴ് ചെയ്തു, പകുതിയായി. ഇനി ആന്ധ്രാപ്രദേശത്ത് പോകണം അതിന്റെ ഒറ്റ ദിവസത്തെ ഷൂട്ടിന്. എല്ലാരും അങ്ങോട്ട് വിളിച്ചു. അമ്മയല്ലാതെയും കുറെ പേരുടെ കഥാപാത്രങ്ങൾ ചെയ്തു. നല്ല നന്നായിട്ട്. ആരുടെ കൂടെ ഇനി ചെയ്യാൻ പെട്ടെന്ന് ഇനി ഏറ്റവും കൂടുതൽ ഇങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുന്നത് ആരുടെ കൂടെ അഭിനയിക്കാനാണ്? ആരോ
ഇന്നവരെന്നുണ്ടോ? അല്ല എങ്കിലും എല്ലാവർക്കും ചാൻസ് കൊടുത്തല്ലേ ഇന്ന് എത്തി നിൽക്കുന്ന വലിയ സ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം. അതേപോലെ വരാൻ എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവരും വരണ്ടേ? അല്ല ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂക്ക വന്നു, എല്ലാ സിനിമയും ഞാൻ കാണുന്നുണ്ട്, നല്ല അഭിനയാട്ടോ, അഭിനന്ദനങ്ങൾ. പോരെ, അവാർഡല്ലേ? അഭിനയിച്ചിട്ടില്ലല്ലോ, നമുക്കിടെ കൂടെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ല ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഇപ്പൊ ജഗദീഷായി, നമ്മുടെ ഇന്ദ്രൻസായി, സോഫി തിലകനായി, ജോമോനായി, പിന്നെ ബേസലായി, ഇനിയിപ്പം പൃഥ്വിരാജിന്റെ അമ്മയാണ് അടുത്തത്. ഞങ്ങൾ രണ്ട് പടം ഇപ്പൊ ചെയ്തല്ലോ. അതുകൂടാതെ ഇന്ന് അമ്മയായിട്ട് ഇനി സന്തോഷ് ട്രോഫിയില് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ അമ്മയായിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാഞ്ചിമാല എന്ന പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നെന്നാ എന്നെയും ഇട്ടേക്കുന്നത്. അപ്പോൾ അതാ, ഇനി കിട്ടിയാൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. തരണം. പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എനിക്ക് വ്യത്യസ്ത ക്യാരക്ടർ, അമ്മ മാത്രമല്ല, വ്യത്യസ്ത ക്യാരക്ടർ തന്ന് എൻ്റെ ഉപജീവന മാർഗം തന്നെയാണ് എനിക്ക്. അതാ നമുക്ക്, കാരണം മോഹമില്ല. 50 വർഷം എന്ന് പറഞ്ഞാൽ സൈഡ് ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇത്രയും പേരുടെ അമ്മമാരായിട്ട് പറഞ്ഞു, 40കളിലെ പ്രണയത്തില് ഇത് കമലയുടെ അമ്മയായിട്ട് വന്നപ്പോൾ ഉള്ള അമ്മയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? തീർച്ചയായിട്ടും അമ്മയെ ശുശ്രൂഷിക്കുകയും കാര്യങ്ങളും. പക്ഷെ ഇതൊന്നും അല്ല അതിന്റെ നേരെ സംഭവം വേറെ. അത് കാണണം, കണ്ടങ്ങോട്ട് മനസ്സിലാക്ക്. ഇപ്പൊ പറയുന്നില്ല, കണ്ടോണം. അപ്പൊ എനിക്ക് തൃപ്തിയാണ് അത് ഇതിനകത്ത്. കാരണം ക്യാരക്ടർ നല്ല ഒരു കലാകാരനോ നല്ല ക്യാരക്ടർ കിട്ടി. ഇപ്പൊ തൂലികത്തുമ്പിലൂടെ എഴുതി വെക്കുക, സൃഷ്ടിയാണ് ഏറ്റവും വലുത്. ഒരു നല്ല കുട്ടിയെ ജനിപ്പിച്ചു വച്ചില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് തൂലിക. കഥാകൃത്തുക്കളുടെയും ഗാനരചയിതാക്കളുടെയും നോവലിസ്റ്റുകളുടെയും അനേക നാളത്തെ അവരുടെ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ അവരുടെ തൂലികത്തുമ്പിലൂടെ അക്ഷരങ്ങളെ വാക്കുകളാക്കി, വാക്കുകളെ വാചകമാക്കി, ഖണ്ഡികയാക്കി, കഥയാക്കി, പുസ്തകം പ്രിന്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. സാരാംശം മനസ്സിലാക്കി നന്മയെ വേർതിരിച്ചറിഞ്ഞ് നാം അറിവ് നേടുന്നു, അല്ലേ? അതാണ്. അപ്പോ സൃഷ്ടിയാണ് വലുത്. കഥാപാത്രം നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല കഥ കിട്ടിയില്ലെങ്കിൽ ഒരു സംവിധായകൻ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു കഥാപാത്രം നല്ലതല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ അതിനകത്ത് എഴുതി വെക്കുന്ന ആ രചയിതാവിൻ്റെ കയ്യിലാണ് അതിൻ്റെ മൂല്യം. അതുണ്ടെങ്കിലേ സംവിധായകനും സംഗീതമായാലും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് നമുക്കൊരു നല്ല പ്രസന്റ് ചെയ്യാൻ പറ്റും ഒരു പടം. എല്ലാ പടങ്ങളും കിട്ടി. എന്നെ ഇവിടെ എത്തിച്ചത് ജയ് ഹേ എന്ന ദൈവം, ആ ടീമും എൻ്റെ വിപിൻദാസും എല്ലാം. ഞാൻ 5 വർഷം അനാഥയായ എന്നെ ഇവിടം വരെ എത്തിച്ചത് ജയ് ഹേ എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി. എന്നിലേക്ക് ജീവിതം ഉറച്ച്, ഒരു കുന്തോ ഇനി എനിക്കില്ല, എൻ്റെ കലയാണ് എനിക്ക് വലുത്. അത് തന്നെന്നെ സഹായിച്ച ആ ടീം എന്നും നന്ദിയോടെ. അത് നമ്മൾ നാടകം കളിക്കുമ്പോഴും 1 വർഷത്തെ അന്നമാണ്. ആ നാടക മുതലാളിമാർ, പ്രൊപ്പറേറ്റേഴ്സ് എല്ലാം അച്ഛനും അമ്മയും അവരും എനിക്കൊന്നാണ്. നന്ദിയോടെ അവരെ ഞാൻ സ്മരിക്കുന്നു. എൻ്റെ നെഞ്ചോട് ചേർത്ത എൻ്റെ നാടകം, അതാണ് നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ, ഡയലോഗിൻ്റെ ഈ മോഡുലേഷൻ കിട്ടാനുള്ള എല്ലാം അതിൻ്റെ നാടകത്തിലൂടെ ചേട്ടനൊക്കെ എന്നാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു നാടകത്തിലൂടെ നമുക്ക് വന്നവർക്ക് എന്തായാലും എല്ലാവർക്കും പറ്റത്തില്ല. നാടകവും സിനിമയും തമ്മിലുള്ള അന്തരം അറിയാവുന്നവർക്കേ പറ്റൂ. അല്ലാത്തവരൊക്കെ ഔട്ടായിട്ട് വന്നിട്ട് പുറത്തുനിന്ന് പോയിട്ടുണ്ട്. അതാണ് സ്റ്റേജിൽ നിന്ന് മസിൽ പിടിച്ച്. ഞാൻ അന്നും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, എനിക്ക് തോന്നുന്നു അതിന് വിഷമം മാത്രം നീ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലാതെ വെറുതെ അങ്ങനെ ദേഷ്യപ്പെടുന്നവനൊന്നും അല്ല സാർ. ഞാൻ അങ്ങനെ പറഞ്ഞു. നാടകവും അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മനസ്സ് അത് പ്രാപ്തമാക്കി പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമ ഞാൻ ഈസി ആയിട്ട് പറ്റുന്നത്. ക്യാരക്ടറിനനുസരിച്ചുള്ള നമ്മുടെ നടത്തം, ഈ മൂവിങ് ഒക്കെ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ സാധാരണ മീനേ അത് ലോകധർമ്മി, അതായത് നാട്യധർമ്മി, ലോകധർമ്മി എന്ന് 2ആയിട്ട് തരംതിരിക്കാം. അതിലിപ്പോൾ എൻ്റെ ഫോർ എക്സാമ്പിൾ ലോകധർമ്മിയാണ് ജയ് ഹേന്.
നാണമില്ലേടാ നിനക്ക്. അതുപോലെ ഒരു ജഡ്ജിയാണെങ്കിൽ എങ്ങനെയാണോ ഈ നിൽക്കുന്ന ജോജി എബ്രഹാം പവർ ആവണം, അത് മെലോ ആവണം. ഇപ്പോഴത്തെ ജഡ്ജിക്കൊന്നും വേണ്ട, ഇപ്പോഴൊക്കെ നാച്ചുറലാണ്. ഞാൻ ചെയ്തതാ, പാപ്പച്ചനൊളിവിലാണ് ജഡ്ജി ചെയ്തതാ. എല്ലാ കഥ മിക്കവാറും വ്യത്യസ്ത ക്യാരക്ടറാണ് ഇപ്പോൾ ഞാൻ കാണാൻ കൊതിച്ചിരുന്ന് കണ്ടിട്ട് തിയേറ്ററിലിരുന്ന് നെഞ്ച് എനിക്ക് തോന്നുന്ന അറ്റാക്ക് അപ്പം വരുമെന്ന്. മോൻ മരിച്ച ദുഃഖം മാറി വന്നവനെ എന്നെ അറുത്തെന്ന് പറഞ്ഞാൽ മുടിയറുത്തു, കഴുത്തറുത്തു, നാവ് അറുത്തു. ഇല്ലെങ്കിൽ ചെയ്യിക്കരുത്. ഞാൻ ജൂനിയറായിട്ട് പോയിട്ടില്ല, ഒറ്റ സിനിമയും ജൂനിയർ ചെയ്തിട്ട്, നാടകത്തിലും സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടേ ഈ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തൃപ്തമല്ല. ചിലതൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കും. ഗംഭീരമായിട്ട് തന്നെ കൊടുത്തു. തീർച്ചയായിട്ടും മക്കൾ അന്ന് മുതൽ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോഴും എൻ്റെ 40 പ്രണയത്തിൻ്റെ ആശമോള് വന്നു, പിന്നെ ജെറി വന്നു, രമേശ് തന്നെ എന്നെ സാന്ത്വനപ്പെടുത്താൻ. അവിടെ അന്ന് ഞാൻ ദുഃഖം കളഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞെന്നുള്ളതാണ്. അവർ വന്നതുകൊണ്ടാണ് അതൊക്കെ ഇറങ്ങി എൻ്റെ റിലാക്സ് ആവുന്നത്. കലാകാരനെ സാന്ത്വനിപ്പിക്കാൻ വരുമ്പോൾ ഉള്ള മറ്റുള്ളവരുടെ ബന്ധുക്കളെ ആരുടെയും ഒന്നും കൂട്ടല്ല, നമ്മുടെ കലാകാരുടെ. അതുകൊണ്ട് അങ്ങ് കിട്ടണേ, ലൊക്കേഷൻ കഴിക്കാൻ അങ്ങ് പോണേ, സമയം പോകുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ വീട്ടിൽ ഇനി ആരുമില്ല, ഞാനും ദൈവവും ക്യാമറയെന്ന് പറഞ്ഞു അത് മാത്രമായി വന്നു പോകുമായിരുന്നു മോനും കുഞ്ഞും. ഇനിയിപ്പോൾ അതൊന്നും പ്രതീക്ഷയില്ല, കുഞ്ഞും ഒന്നും എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, നാം മക്കളെ പ്രസവിച്ച് വളർത്തി അവർക്കൊരു ജോലി വരെ ഒപ്പിച്ച വിവാഹം വരെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അതിൻ്റെ മക്കളെയും പിന്നെ അതിൻ്റെ മക്കളെ ഒന്നും കഷ്ടപ്പെടാൻ നിൽക്കരുത്. ഇപ്പം ഈ 40കളിലെ പ്രണയം എന്ന് പറയുന്ന പോലെ ഒരു 40-45 വയസ്സൊക്കെ 50 വയസ്സിനകത്ത് ആ അച്ഛനും അമ്മയും മാറി അവരുടെ ലോകത്ത് കുറച്ച് നാൾ അവർ ഈ എന്തായാലും നശ്വരനാണ്. കഷ്ടപ്പെടാതെ അത്രയും കാലം നമ്മളൊക്കെ ഈ പറയുന്ന നമ്മൾ ആരും കുറച്ച് വർഷം കഴിഞ്ഞാൽ ഭൂമിയുടെ മേളിലില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് സന്തോഷം പങ്കിട്ട് അവർ കുറച്ച് നാളത്തേക്കൊന്ന് മാറും. അവരുടെ മക്കളെയൊക്കെ അവർ വളർത്തട്ടെ, ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല. അത് പൊതുജനങ്ങളോട് എനിക്കുള്ള കൊടുക്കേണ്ട മെസ്സേജുകളാണ്. ഈ ന്യൂ ജനറേഷൻ്റെ ഒന്നും ഭാഗത്തും നമുക്ക് സ്നേഹം റിമോട്ട് വെച്ച് കത്തിച്ച് കളയാനുള്ള മാർഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകം വരും. മാതാപിതാക്കളെയും ഗ്രാൻഡ് മാതേഴ്സിനെയും ഒക്കെ അത്ര കഷ്ടപ്പെട്ട് നെഞ്ചോട് ചേർത്ത കുഞ്ഞുങ്ങൾ തിരിച്ച് കൊത്തുമ്പോൾ വേദനകളാ. ടെക്നോളജി സാധനം അമ്മ പറഞ്ഞു കേട്ടില്ലേ, ദൂരത്തിരുന്ന് റിമോട്ട് വെച്ച് അമ്മയും അച്ഛനെയും കത്തിച്ച് കളയാൻ പറ്റും. അവരാലോചിച്ചോണ്ടിരിക്കും അടുത്തത്. കാരണം ഇപ്പൊ ഫോൺ നോക്കി ഇങ്ങനെ കൊത്തി. ഞാൻ 10-200 ശിഷ്ടം പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഫോണിൽ നിന്ന് മാറ്റി. അതിനും അപ്പോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കല്ലോ, മക്കളെ വാടാ, അല്ലെ വാടി ചോറ് കഴിക്കാൻ. അവർക്ക് ആരോടാ ഇഷ്ടം? കമ്പ്യൂട്ടറിനോടാ ഇഷ്ടം. പുതിയ യുഗം അതിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത കാലത്ത് ഞങ്ങൾ 8 മക്കളും അച്ഛനും അമ്മയും. കരുണാകരൻ, കാതരാക്ഷി, കമലാക്ഷി, കമലൻ, കാദംബരി, കാർത്തികേയൻ, കമലമ്മ, കനകമ്മ, ഉള്ളതിൽ 8. ഇത് അച്ഛനും അമ്മയും. പുഴുക്കൊക്കെ ഒരു മുറത്തിനകത്തിലോട്ട് ഒരു ഇല വെട്ടിയിട്ട് അങ്ങോട്ടിട്ട് ഒരു പാത്രത്തിലെ ചമ്മന്തിയുള്ളു. ഓരോരുത്തരും കടിച്ച് എല്ലാവരുടെയും തുപ്പല അതിനകത്ത് കാണും. ഒരു പ്രശ്നമല്ല. ഐക്യത ഇന്നില്ല. സ്വാർത്ഥമതികളാണ് ഈ ലോകത്തുള്ളത്. കവിത എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്. മറ്റൊരു എപ്പിസോഡിൽ ജീവിതാനുഭവങ്ങൾ അല്ലേ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പാഠം. അനുഭവം ഗുരു. ഇപ്പൊ എന്താണ് 40കളുടെ പ്രണയം തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. 13-ാം തീയതി ഫെബ്രുവരി 13 തിയേറ്ററിലേക്ക് എത്തുകയാണ്. വാലന്റൈൻസ് ഡേയോട് ബന്ധപ്പെട്ട് തന്നെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമ്മളിതിനകത്ത് ഉയർത്തി പറയുന്നൊരു കാര്യമുണ്ട്, പ്രണയിച്ചിട്ടില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് നേരെ കല്ലെറിഞ്ഞോട്ടെ. സിനിമ സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഈ ടീമിന് ഉൾപ്പെടെ ഉണ്ട്. എന്നാലും തിയേറ്ററിലെത്തി സിനിമ കണ്ട് വിലയിരുത്തുക. ഞങ്ങൾക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, കാരണം വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയൊന്നുമല്ല ഞങ്ങളുടേത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പിന്നെ ഇതുപോലെ ആയിരിക്കും അവസാനിക്കുന്നതെന്ന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനെ പോലൊക്കെ ചെല്ലും. അങ്ങനെ ഒരു എൻഡുണ്ട്, അങ്ങനെ ഒരു സാധനം ഞെട്ടിക്കലുണ്ട്. അത് ഇത് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ തീരുമാനിക്കട്ടെ. ഇതിന്റെ വിജയം എന്ന് പറയുന്നത്
അപ്പൊ ഇങ്ങനെയായിരുന്നു ഇത്, ദൈവമേ എന്നൊന്ന് വിളിക്കും. എന്നെ വിളിക്കട്ടെ. അങ്ങനെ ഓർഡർ ആയിരിക്കും അവര് Thank you. കണ്ട് നമ്മളെ, ദൈവമേ നമ്മുടെ പടം വിജയപ്രദമാകട്ടെ. രമേശിന്റെ ആ സ്ക്രീനിൽ വരുന്ന സിനിമ, ഞങ്ങൾ വേറെയും ചെയ്തു സിനിമ, ഗരുഡകൽപ്പ ഉം. ഇറങ്ങുമായിരിക്കും, അതല്ലേ ആ. ഇറങ്ങും. അപ്പോ ഓഡിയൻസിന്റെ, കാരണം നമ്മളൊരു മത്സരങ്ങൾ നടത്തിയാൽ പോലും പേനാമനക്കിടുന്ന തൽപര കക്ഷികൾക്ക് പോകും, സാമ്പത്തികത്തിന് പോകും. പക്ഷേ ഓഡിയൻസിന്റെ മനസ്സിലെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്. അതാണ് അതുണ്ടാവട്ടെ. ഇവിടം വരെ എത്തിച്ച നമ്മുടെ പ്രേക്ഷകര് 40കളിലെ പ്രണയം കണ്ട് പ്രണയിക്കാത്തവരും കൊണ്ട് പ്രണയിച്ചും തുടങ്ങട്ടെ. അടിപൊളിയാവട്ടെ. അടിപൊളിയാണ്. ഏറെ സന്തോഷം.